ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പ്രൊഫഷണൽ കോഴ്സസ് മേഖലകളിൽ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഡൗട്ടാണ് എന്താണ് ACCA PER ആൻഡ് CAയുടെ ആർട്ടിക്കിൾഷിപ്പ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഒറ്റ നോട്ടത്തിൽ ഇത് രണ്ടും സെയിം ആയിട്ട് തോന്നുകയാണെങ്കിലും ദീസ് ടു ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ACCAയിൽ തന്നെ 13 പേപ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു ACCA ക്വാളിഫൈഡ് അഥവാ അഫിലിയേറ്റ് ആവുന്നു. ബട്ട് നമുക്ക് മെമ്പർഷിപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഫർദർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് കൂടി കംപ്ലീറ്റ് ആക്കണം, അഥവാ PER കംപ്ലീറ്റ് ആക്കണം. സോ എന്താണ് ഈ PER ആൻഡ് CA ആർട്ടിക്കിൾഷിപ്പ് തമ്മിലുള്ള ഒരു വ്യത്യാസം? സോ ഫസ്റ്റ് വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ PER റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ 3 ഇയേഴ്സിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. ബട്ട് CA ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ആക്കാൻ വെറും 2 ഇയേഴ്സ് മതി. ഇനി എവിടെ നിന്നാണ് ഈ PER കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് നേടേണ്ടത്? ഫോർ ACCA PER നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യാം, ഫൈനാൻസ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ടാക്സേഷൻ ഫേമിൽ വർക്ക് ചെയ്യാം, ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യാം, കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ഫേമിൽ വർക്ക് ചെയ്യാം. ഈ പറഞ്ഞ ഏത് സ്ഥാപനത്തിലും ഒരു പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ PER എക്സ്പീരിയൻസിലോട്ട് കൂട്ടും. വരാസ് CA സ്റ്റുഡൻസിന് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് പ്രാക്ടീസ് ഫേംസിലാണ്. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ACCA കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അഥവാ ACCA ക്വാളിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് PER എക്സ്പീരിയൻസിന്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വരാസ് CA സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ CA കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾഷിപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ACCA PERന് കിട്ടുന്ന അടുത്തൊരു ബിഗ് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ്ലി ഒരു CA സ്റ്റുഡന്റ് ആയിരുന്നു, നിങ്ങൾ കുറച്ചു കാലം ആർട്ടിക്കിൾഷിപ്പ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ACCAക്ക് വരുന്നുണ്ടെങ്കിൽ പോലും എത്രയാണോ നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിൽ വർക്ക് ചെയ്ത് അത്രയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ACCAയുടെ PERൽ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ പറഞ്ഞ PERന് വാലിഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും നിങ്ങളുടെ മൈ ACCA പ്രൊഫൈലിൽ മൈ എക്സ്പീരിയൻസ് ടൂളിൻ്റെ അണ്ടറിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇതെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു.